അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമം സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങളുടെ രോഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ ബന്ധുക്കൾ സ്വന്തപ്പെട്ടവർ ആശുപത്രി രോഗികളെ കിടക്കുന്ന സ്വന്തം പ്രാർത്ഥിക്കുന്നു. ഈശോ മാറാത്ത രോഗങ്ങളെ ഓർത്തോർത്ത് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. എത്തരത്തെ മരുന്ന് കഴിച്ചിട്ടും പിന്നെയും മാറി കർത്താവ് പിന്നെയും രോഗങ്ങൾ, അതേ രോഗങ്ങൾ തന്നെ കർത്താവ് കുറച്ചു നേരം ശമിക്കും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും തിരിച്ചു വരും. എന്തിനാണെന്നറിയാൻ പോലെ അത് മനസ്സ് കലങ്ങി ഇടിഞ്ഞു പോയവർ കർത്താവിൻ്റെ രക്തത്താൽ യേശുക്രിസ്തു നാമത്തിൽ ഈ നിമിഷം സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ കടകമ്പോളങ്ങൾ നടത്തുന്നവർ, ചെറിയ വ്യാപാര വ്യവസായങ്ങൾ നടത്തുന്നവർ, അതുകൊണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നവരും കുടുംബം പോറ്റുന്നവരും അവർക്കുണ്ടാകുന്ന തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. വിൽക്കാനുള്ള വസ്തുക്കൾ, വാങ്ങാനുള്ള വസ്തുക്കൾ, അതുപോലെ തന്നെ വെക്കാനുള്ള പുരകൾ, പുര വെക്കാനുള്ള സ്ഥലങ്ങൾ എല്ലാം
കർത്താവിൻ്റെ പരിശുദ്ധമായ രക്തം തളിച്ചുകൊണ്ട് അത് നാളുകളായി നിലനിൽക്കുന്ന ദോഷങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു. നിൻ്റെ യാത്രകളെല്ലാം ലക്ഷ്യങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവ് പുത്രനും പരിശുദ്ധാത്മാവിലും നയിക്കുക. ആമേൻ. ബേസിക്കായിട്ട് ക്രിസ്തു ആരാണ്? പാപപരിഹാരകനാണ്. എൻ്റെ പാപത്തിന് ഞാൻ മരിക്കേണ്ടതിന് പകരമായിട്ട് എനിക്ക് പകരക്കാരനായിട്ട് പാപങ്ങൾ ഏറ്റെടുത്തവനാണ്. അവൻ്റെ ഏറ്റെടുപ്പിൽ ഞാൻ വിശ്വസിക്കുമ്പോൾ അവൻ നേടിയെടുത്ത രക്ഷ എൻ്റെ സ്വന്തമാകുകയും ഞാൻ നിത്യത അനുഭവിക്കുകയും ചെയ്യും. മത്തായി 10:41. പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലവും നീതിമാനെ നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാന്റെ പ്രതിഫലവും ലഭിക്കുന്നു. നീതിമാന്റെ പ്രതിഫലവും. ഇത് തന്നെയാണ് ക്രിസ്ത്യനെ വിപ്ലവകാരിയായിട്ട് കാണുന്നവന് ആ പ്രതിഫലം. ലൗകികമായിട്ടുള്ള വിപ്ലവങ്ങൾ എന്തുമാത്രം കഴിഞ്ഞാണ് ലോകത്ത്. ലൗകിക വിപ്ലവങ്ങൾ എന്തുമാത്രം കഴിഞ്ഞു. സമ്പത്തിൻ്റെ പേരിലും ഉച്ചനീചത്വത്തിൻ്റെ പേരിലുമൊക്കെ ഒത്തിരി വിപ്ലവങ്ങൾ കഴിഞ്ഞില്ലേ. വിപ്ലവങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഓരോ രാജ്യങ്ങളും മതത്തിൻ്റെ പേരിലും സമുദായത്തിൻ്റെ പേരിലുമൊക്കെ വിപ്ലവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെവിടെ എത്തി മനുഷ്യരാശി? ഓരോരുത്തരും എത്തിയില്ല. എവിടെ എത്തി? വാള എടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണ്? അത് പിന്നെ വാളാൽ തന്നെ അങ്ങനെ പോകത്തുള്ളൂ അല്ലേ. ഇപ്പോൾ ഒരു കാലത്ത് ലെബനോൻ പിടിച്ചെടുത്തു. പിന്നെ ഇപ്പം ലെബനോൻ കയ്യിൽ നിന്ന് പോയി. വീണ്ടും പഴയതുപോലെയുള്ള അവിടെ താമസിച്ചിരുന്ന പഴയ ആൾക്കാർ വീണ്ടും അവിടെ കയറി താമസിക്കാൻ തുടങ്ങി. അപ്പോൾ ഇത് ഇങ്ങനെ അപ്പോൾ എവിടെ എത്തി? അതുകൊണ്ട് തന്നെയാണ് ഈശോ പറഞ്ഞത്, ഞാനെപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കത്തില്ല. ശാരീരികമായിട്ടാണ് ഉദ്ദേശിച്ചത്. പാവത്തങ്ങളെപ്പോഴും ഇഷ്ടങ്ങളൊക്കെ മാറി വന്നാലും ഇഷ്ടങ്ങളൊക്കെ മാറുമ്പോൾ ഇഷ്ടങ്ങളൊക്കെ ഓരോരുത്തരും ഇപ്പം തന്നെ എല്ലാം പിടിച്ചു കിടക്കി എല്ലാം ഈക്വലായി പോകുന്നത് ഒരു ഈക്വലും ഉണ്ടാകത്തില്ല. പുതിയ മുതലാളിത്തമൊക്കെ സൃഷ്ടിക്കപ്പെടേണ്ടത്. മുതലാളിത്തത്തിന് ഇപ്പം നമ്മൾ കൊയ്യും വയലുകളെല്ലാം നമ്മുടേതാകും മാളൂര് എന്നൊക്കെ പറയുമ്പോൾ വയലുകൾ. അപ്പം അത് പറഞ്ഞെങ്കിലും ഇപ്പം ഇന്നത്തെ വയലിൻ്റെയൊക്കെ അവസ്ഥ എന്താണ്? വയൽ ആർക്കും വേണ്ടാതെ കിടക്കുകയാണ്. അതിൻ്റെ പേരിൽ എന്തുമാത്രം പേര് മരിച്ചു. പക്ഷെ വയലിപ്പോൾ ആർക്കും വേണ്ട. വയൽ കയ്യിലുള്ളവർ പോലും പാവപ്പെട്ടവർ പോലും അത് നികർത്തിയെടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയും. അപ്പോൾ ആ വിപ്ലവം കൊണ്ട് എന്തായിരുന്നു പ്രയോജനം? അപ്പോൾ ഈശോ പറഞ്ഞ കാരണം സത്യം എന്താണ്? പാവത്തങ്ങളെപ്പോഴും എന്ത് വിപ്ലവം വന്നാലും പാവത്തങ്ങളെപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അത് ലോകത്തിൻ്റെ ഒരു ഗതിയാണത്. കഴിവില്ലാത്തവനും ബുദ്ധിമോശം കാണിക്കുന്നവനും കാലത്തിനൊപ്പം നീന്താൻ കഴിയാതിരുന്നവനും ചിലപ്പോൾ മടിയനായിട്ട് പിന്നീട് പോകാമെന്ന് വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്ന ആൾക്കാരില്ലേ. അമാന്തം കാണിക്കുന്നവർ, ഇച്ഛാശക്തി ഇല്ലാത്തവർ, അവർ പിന്നിലായി പോകും. മനുഷ്യൻ പലതര രീതിയിലാണല്ലോ ഉള്ളത്. ബുദ്ധിയും പലതരത്തിലാണുള്ളത്. ബുദ്ധി മാത്രമല്ല, ഇച്ഛാശക്തിയും പലതരത്തിലാണുള്ളത്. അതുകൊണ്ട് ഇവിടെ ഒരു ഈക്വാലിറ്റി ഉണ്ടാകുന്ന നമുക്ക് ഇങ്ങനെ മോഹനമായ സ്വപ്നമുണ്ടാക്കി ആൾക്കാരെ ഇങ്ങനെ അതിൻ്റെ പുറകെ കൊണ്ടുനടക്കാവുന്നതല്ലാതെ ഇത് നടക്കത്തില്ല. അതാണ് ഉട്ടോപ്യനാണ് ശരിക്കും പറഞ്ഞത്. കാര്യം ഇച്ഛാശക്തി വ്യത്യാസമാണ്. ഇപ്പം കടപ്പുറത്ത് തന്നെ ഞാൻ എത്രയോ ഇടവകയിൽ ഇരുന്നിട്ടുള്ളതാണ്. അപ്പം ചില വള്ളം താമസിച്ച് ഇറക്കത്തുള്ളൂ. എന്താ കാര്യം? അതിൻ്റെ അകത്തുള്ളവർ ചില ആൾക്കാരൊക്കെ 3 മണിക്ക് വെളുപ്പിനെ ഇറങ്ങിപ്പോവും. അവൻ ഒരു 6 മണിയാകുമ്പോൾ വത്തിയും അയിലയും കൊണ്ട് അടുക്കും. അപ്പോഴേക്കും ചില ആൾക്കാർ അറിഞ്ഞും കേട്ടും വന്നത്. ഇച്ഛാശക്തിയില്ല. അപ്പം വെളുപ്പിനെ ഉണരുന്ന കിളിക്കല്ലേ ഇര കിട്ടത്തുള്ളൂ. അപ്പം ബുദ്ധിപരമായിട്ട് വ്യത്യാസം മാത്രമല്ല, ഇച്ഛാശക്തിയിൽ വ്യത്യാസമുണ്ട്. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി അമ്മയ പ്രത്യക്ഷമായ ഈ പുണ്യഭൂമിയിൽ കാലുകുത്തുവാൻ അമ്മ അനുവദിച്ചതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ ഷിജു മാത്യു, കാനഡയിലെ
ന്യൂ ബ്രൗൺസ്വിക്ക് എന്ന പ്രൊവിൻസിൽ നിന്നും വരികയാണ്. 2025 മാർച്ച് 14 ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ചു പോയതിൻ്റെ ഒരു പിന്തുടർച്ച പറയുവാൻ വേണ്ടിയാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. 10 വർഷത്തിന് മേലെയായി എന്നെ അലട്ടിക്കൊണ്ടിരുന്ന പാങ്ക്രിയാറ്റൈറ്റിസിൻ്റെ ഒരു അസുഖമുണ്ടായിരുന്നു. ഈ 10 വർഷത്തിനിടയ്ക്ക് നിരവധി ആശുപത്രികളിൽ കൂടി പോയി അതിനുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തെങ്കിലും അതിൻ്റെ കാരണം കണ്ടുപിടിക്കുവാൻ ഇന്നേ വരെ ആർക്കും കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് നാട്ടിൽ പോയി ഒരു സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ പാങ്ക്രിയാസിനകത്ത് നിറയെ കല്ലുകൾ രൂപപ്പെട്ടിരിക്കുന്നു. ആദ്യം മുതലേ ഡോക്ടേഴ്സൊക്കെ പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു, എന്തെങ്കിലും രീതിയിൽ ഒരു കാരണം കണ്ടുപിടിച്ചാൽ നമുക്കിതിന് ചികിത്സ ചെയ്യാമെന്ന്. അതിന് 3 മാസം മുമ്പ് വരെ സ്കാനിങ്ങും എല്ലാം ചെയ്തിട്ടും ഒരു കാരണവും കണ്ടുപിടിക്കാതിരുന്നിട്ടും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ചെയ്ത ആ സ്കാനിങ്ങിൽ ഈ ഒരു സ്റ്റോണുകൾ കണ്ടെത്തുകയും അത് നീക്കം ചെയ്ത് എൻ്റെ എല്ലാ പ്രോബ്ലങ്ങൾക്കും ഇന്നുവരെ ഒരു ശാശ്വതമായ പരിഹാരം തന്ന അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. അതിനുശേഷം അതിനു മുമ്പ് ഒരു 3 മാസം 4 മാസമൊക്കെ കൂടുമ്പോൾ കഠിനമായ വേദന വന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ 6 മാസമായി ദൈവാനുഗ്രഹത്താൽ ഞാൻ ഇതുവരെ യാതൊരുവിധ വേദനയും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ഒരിക്കൽ കൂടി അമ്മയ്ക്കും ദൈവ തിരുകുമാരനും നന്ദി പറയുന്നു. അതുപോലെ തന്നെ അടുത്തതായി എനിക്ക് പറയുവാനുള്ളത്, എൻ്റെ ജീവിതത്തിൽ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം വന്ന വലിയ മാറ്റത്തെക്കുറിച്ചാണ്. പലപ്പോഴും നിരാശയും അല്ലെങ്കിൽ ഡിപ്രഷൻ്റെയൊക്കെ സ്ഥലങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ, അല്ലെങ്കിൽ വേറൊരു അവസ്ഥയിലൂടെ ഓരോ അസുഖങ്ങളും അല്ലെങ്കിൽ ഓരോ പ്രതീക്ഷ ഇല്ലാത്ത അവസരങ്ങളും വരുമ്പോൾ പലപ്പോഴും ദൈവത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയിൽ പോലും വിശ്വാസമില്ലാത്ത അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഞാനും എൻ്റെ കുടുംബവും പൂർണ്ണമായും വിശ്വസിക്കുന്നു, ഓരോ വേദനകളും ഓരോ ക്ലേശങ്ങളും യാതനകളുടെയും അപ്പുറം ദൈവം നമുക്കായി ഒരുക്കിയ പ്രത്യാശയുടെ ആ ഒരു പുണ്യഭൂമി നമുക്കായി കാത്തിരിപ്പുണ്ടെന്ന്. ആ ഭൂമിയിലേക്കുള്ള പ്രയാണത്തിനിടയിൽ ചെറിയ കല്ലുകളും മുള്ളുകളും എനിക്ക് എന്നും ആ സഹനത്തിൻ്റെ പാത എന്നും ഒരു പ്രചോദനമായിക്കൊണ്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. അത് ഈ പുണ്യഭൂമിയിലെ ഇവിടെ പ്രത്യക്ഷയായ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് സഞ്ചാര ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ജീവിതത്തിലുണ്ടായ വലിയ ഒരു മാറ്റമാണ്. അതുകൂടാതെ തന്നെ പിന്നീട് ഞങ്ങളുടെ കുടുംബത്തിൽ സംഭവിച്ച വലിയൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞങ്ങളിപ്പോൾ ഏകദേശം 2 വർഷമായി കാനഡയിൽ സ്ഥിരതാമസമാണ്. ഞങ്ങൾ ഒരു 6 മാസം മുമ്പ് ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ഒരു നിയോഗം വെച്ചിരുന്നത് ഞങ്ങൾക്ക് അനുയോജ്യമായ ഒരു ഭവനം നൽകി അനുഗ്രഹിക്കണമെന്നായിരുന്നു. ഞങ്ങൾ ചെന്ന് ജോലിക്കൊക്കെ കയറിയതിന് ശേഷം വീട് അന്വേഷിക്കാൻ തുടങ്ങി. ഒരു 4 മാസം കൊണ്ട് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമുള്ള ഒരു മനോഹരമായ ഭവനം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചു. ഞങ്ങൾ അവിടെ വീടുകളൊക്കെ കാണാൻ പോകുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് പരിശുദ്ധ അമ്മയുടെ ഒരു തിരുസ്വരൂപം വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ വണ്ടിയിൽ ആ അമ്മയുടെ തിരുസ്വരൂപം ഏറ്റവും മുമ്പിലായിട്ട് വെച്ചിട്ടുണ്ടാവും. ആ ഓരോ വീടിൻ പോയി കാണുമ്പോൾ ആ രൂപവുമായിട്ട് ഞങ്ങൾ ആ വീടിൻ്റെ കോമ്പൗണ്ടിൽ ഇറങ്ങിയിട്ട് പറയും, അമ്മേ ഒന്ന് നോക്കിയേക്കണേ, ഈ വീട് അമ്മയ്ക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ, അമ്മ ആഗ്രഹിക്കുന്നതാണെങ്കിൽ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന്. ഓരോ വീടിൻ്റെയും ആ നടയിലേക്ക് കയറുന്നതിന് മുമ്പായി ഒരല്പം ഉപ്പ് എടുത്ത് ആരും ചവിട്ടാത്ത ഒരു സ്ഥലത്ത് ഇട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ച് വീടുകൾ നോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു വീട് കണ്ടു. ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമായി. പക്ഷേ ഞങ്ങളുടെ മനസ്സിൽ തോന്നി, ഇത് വലിയൊരു വീടാണ്, ഞങ്ങൾക്ക് താമസിക്കുവാൻ ഞങ്ങൾക്ക് അതിനകത്ത് യോഗ്യതയുണ്ടോ എന്നുള്ള ഒരു സന്ദേഹത്തിൽ ഞങ്ങളതിന് ഒരു മറുപടിയും കൊടുക്കാതെ ഞങ്ങൾ ഒഴിവായി. മാതാവിൻ്റെ അത്ഭുതം എന്ന് പറയട്ടെ, 1 മാസത്തിന് ശേഷം അതേ ഭവനം തന്നെ ഞങ്ങൾക്ക് മാതാവ് തന്ന് അനുഗ്രഹിച്ചു. ഞങ്ങൾക്ക് ഒതുങ്ങുന്ന ഒരു ബഡ്ജറ്റിൽ ഞങ്ങൾക്ക് അനുയോജ്യമായ ആ ഭവനം തന്നതിന് അമ്മയ്ക്ക് നന്ദി സൂചകമായിട്ട് ആ ഭവനത്തിലേക്ക് കയറി വരുമ്പോൾ
ഇടതുവശത്തായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുറി തന്നെ ഞങ്ങൾ അമ്മയുടെ സാന്നിധ്യത്തിന് വേണ്ടി ഒരു പ്രാർത്ഥനാ മുറിയായിട്ട് മാറ്റി അതിനെ ഞങ്ങൾക്ക് അമ്മയുടെ സമ്മാനത്തിന് നന്ദിയായിട്ട് ഞങ്ങൾ അർപ്പിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ജോസഫ് അച്ഛൻ്റെ ആ ഒരു ഡെയിലി ബ്രെഡ്, ആ ഒരു പ്രാർത്ഥനയുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ എന്നും അനുഗ്രഹമാണ്. രാവിലെ അത് ശ്രവിച്ചതിന് ശേഷം അനുഗ്രഹം വാങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊരിക്കലും പരാജയം വരില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു സാക്ഷ്യമാണ് എൻ്റെ ജീവിതത്തിൽ അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് ജോലി സ്ഥലത്തേക്ക് 40 മിനിറ്റ് ഡ്രൈവ് ചെയ്യണം. അപ്പോൾ സ്ഥിരമായിട്ട് ഞാൻ ചെയ്യുന്നത് ഡെയിലി ബ്രെഡ് കേൾക്കും. അവർ ഡെയിലി ബ്രെഡ് രാവിലെ നമ്മളൊരു 5:45 ആകുമ്പോഴാണ് ജോലിക്ക് പോകുന്നത്. ആ സമയത്ത് കേട്ടുകൊണ്ട് പോകും. അതിനുശേഷം ഒരു വിശുദ്ധ കുർബാനയും കൂടെ പങ്കെടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ ജോലി സ്ഥലത്തെത്തും. അങ്ങനെ പോയി ഒരു ദിവസം ഞാനൊരു രോഗിക്ക് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു. അതൊരു പ്രത്യേകതരം ഇഞ്ചക്ഷനാണ്. 3 മാസം കൂടുമ്പോൾ ക്യാൻസർ രോഗിക്ക് കൊടുക്കുന്ന ഒരു ഇഞ്ചക്ഷനാണ്. അത് അതിൻ്റെ ഇഞ്ചക്ഷൻ്റെ മരുന്ന് ഒരു പ്രത്യേക തരത്തിലാണ് നമുക്ക് കിട്ടുന്നത്. അത് മിക്സ് ചെയ്ത് അത് സിറിഞ്ച് ഊരി നീഡിൽ ഘടിപ്പിച്ചതിന് ശേഷം നമ്മൾ രോഗിക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ എല്ലാ ഡോക്യുമെൻറ്റേഷനും ചെയ്തു, കമ്പ്യൂട്ടറിൽ എല്ലാ ഡോക്യുമെൻറ്റേഷനും ചെയ്തു. പക്ഷേ ബുക്കിൽ മെഡിസിൻ കൊടുത്ത ഭാഗത്ത് സൈൻ ചെയ്യാൻ മറന്നുപോയി. പിറ്റേ ദിവസം എന്നെക്കാളും വളരെ സീനിയറായിട്ടുള്ളൊരു നേഴ്സ് വന്നു. ആ നേഴ്സ് ബുക്ക് നോക്കി. അതിനുശേഷം ബുക്കിൽ ആ ഇഞ്ചക്ഷൻ കൊടുത്തതായിട്ടുള്ളത് കാണാത്തത് കൊണ്ട് അവർ ആ ഇഞ്ചക്ഷൻ എടുത്ത് പ്രിപ്പയർ ചെയ്തു. ആ ഇഞ്ചക്ഷൻ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിറിഞ്ച് വളരെ നിഷ്പ്രയാസം നമുക്ക് ഊരി അത് സെപ്പറേറ്റ് ആക്കി നീഡിൽ ഘടിപ്പിച്ച് ഇഞ്ചക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ആ നേഴ്സാണെങ്കിൽ സ്ഥിരമായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊസീജിയറുമാണ്. അവർ അന്നത്തെ ദിവസം എന്ത് ചെയ്തിട്ടും ആ നീഡിൽ അല്ലെങ്കിൽ ആ സിറിഞ്ച് വേർപെട്ട് വരുന്നില്ല. ഒരു 10-15 മിനിറ്റ് അവർ ട്രൈ ചെയ്തു, ഒരു രക്ഷയുമില്ല. അവസാനം ഞാൻ അന്ന് താഴത്തെ ഫ്ലോറിലായിരുന്നു. അവർ താഴെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഷിജു, ഇതൊന്ന് തുറന്നു തരാമോ, ആ രോഗിക്ക് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാൻ ഇന്നലെ കൊടുത്ത ഇഞ്ചക്ഷൻ ആണല്ലോ, ഈസി ആണല്ലോ എന്ന് പറഞ്ഞ് ഞാൻ തുറന്നു. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നി, അയ്യോ ഇത് ആർക്കാണ് കൊടുക്കാനുള്ളത്? ഇവിടെ ഒരു രോഗിക്കാണല്ലോ ഇത് കിട്ടുന്നത്. ഞാൻ അന്നേരം ചോദിച്ചു, സിസ്റ്റർ ഇത് ആർക്കാണ് കൊടുക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇന്ന രോഗിക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അയ്യോ ഞാനത് ഇന്നലെ കൊടുത്തതാണല്ലോ, ഞാൻ കമ്പ്യൂട്ടറിലെല്ലാം സൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർ പറഞ്ഞു ബുക്കിൽ സൈൻ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഞാനിത് കൊടുക്കാൻ വന്നതെന്ന്. പരിശുദ്ധ അമ്മ സഞ്ചാരി മാതാവായി അവിടെ വന്ന് ആ ഒരു നീഡിൽ തുറക്കാൻ സാധിക്കാതെ എൻ്റെ അടുക്കൽ വന്നതുകൊണ്ട് മാത്രമാണ് വലിയൊരു പ്രോബ്ലത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാന കാരണം ഞാൻ സ്ഥിരമായി പങ്കെടുക്കുന്ന ആ ഒരു ഡെയിലി ബ്രെഡാണ്. അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന അത്ഭുതങ്ങൾക്ക് ഒരിക്കലും ഒരു തടസ്സമില്ലാത്ത അത്ഭുതമാണ്. അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും ഇനിയും ആ ഒരു ഡെയിലി ബ്രെഡും എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഇനി അത് മുടക്കില്ല എന്നുള്ള ഒരു പ്രതിജ്ഞയിലാണ് ഞാനിപ്പോഴും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ ഒരു നിരവധിയായ അത്ഭുതങ്ങൾ. അതുകൂടാതെ തന്നെ ഞാൻ പ്രത്യേകമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ 2 ആഴ്ച കൂടുമ്പോഴുള്ള നമ്മളുടെ കുമ്പസാരത്തെക്കുറിച്ചാണ് അത് പറയാനുള്ളത്. എൻ്റെ ജീവിതത്തിൽ ഞങ്ങൾ കുമ്പസാരിക്കാൻ പോകുന്ന ഒരു ഇംഗ്ലീഷ് അച്ഛനാണ്, വളരെ പ്രായമുള്ള ഒരു അച്ഛനാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു സൗഹൃദ സംഭാഷണം പോലെയാണ് അച്ഛനുമായിട്ട് കുമ്പസാരിക്കുന്നത്. അപ്പം കുമ്പസാരിച്ചപ്പോൾ ഞാനിങ്ങനെ ഉടമ്പടിയുടെ കാര്യമൊക്കെ പറഞ്ഞു. ചിലപ്പോഴിങ്ങനെ മുടങ്ങി പോകാറുണ്ട്, പ്രാർത്ഥനകൾ മുടങ്ങാറുണ്ട്, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അച്ഛൻ ചോദിക്കുകയാണ്, നിനക്ക് എന്തുകൊണ്ട് അത് ഇന്ന് തുടങ്ങിക്കൂടാ എന്ന്. അപ്പം ഞാൻ അത്ഭുതപ്പെട്ടു. എന്താണ് അച്ഛൻ ഉദ്ദേശിക്കുന്നത്? നിനക്ക് അത് തുടർച്ചയായിട്ട് കൊണ്ടു നടക്കാനല്ലേ ബുദ്ധിമുട്ട്? എല്ലാ ദിവസവും ഇന്ന് തുടങ്ങുന്നതായിട്ട് നിൻ്റെ ഉടമ്പടിയിൽ നീ അങ്ങ് ജീവിച്ചാൽ അത് ഇന്ന് തുടങ്ങുന്നതല്ലേ, അതിന് തുടർച്ചയില്ലല്ലോ. അപ്പം നിനക്ക് അത് തുടർച്ചയായിട്ട് വരികയും ചെയ്യും, ഇന്ന് തുടങ്ങുന്നതായിട്ട് നമ്മളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയുകയും ചെയ്യും. അതൊരു വലിയ ഒരു ഇൻസ്പിറേഷനായി. അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെയും ഉടമ്പടിയുടെ പ്രാർത്ഥനകളെക്കുറിച്ചോ അല്ലെങ്കിൽ പ്രവർത്തികളെക്കുറിച്ചോ യാതൊരുവിധ ആശങ്കയും ഉണ്ടായിട്ടില്ല. ഈ പുണ്യഭൂമിയിൽ ഒരിക്കൽ കൂടി കാലുകുത്തുവാൻ അനുവദിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിനും അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ചെയ്യുന്നത്, ഞാനവിടെ കാറ്റഗിസം പഠിപ്പിക്കുന്നുണ്ട്, അതൊരു കാര്യം. അതുകൂടാതെ തന്നെ നമുക്ക് അവിടെ ഫുഡ് ബാങ്കിൽ
നമ്മൾ എല്ലാ മാസവും ഒരു നിശ്ചിത തുക സംഭാവനയായിട്ട് കൊടുക്കാറുണ്ട്. ഫുഡ് ബാങ്ക് മുഖാന്തരം അവിടെ ഭക്ഷണം അവർ വിതരണം ചെയ്യുന്നു. അതുപോലെ തന്നെ ജീവിതത്തിൽ ഏതൊരവസരത്തിലും മാതാവിനെക്കുറിച്ചൊരു വാക്ക് പറയാനുള്ളൊരവസരം കിട്ടിയാൽ അത് ഞങ്ങൾ പാഴാക്കാറില്ല. ജീവിതത്തിലെ എന്ത് കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് മോളി സെബാസ്റ്റ്യൻ. ഞാൻ പാലക്കാട് രൂപത കയറാടി മദർ തെരേസ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2023 ഫെബ്രുവരി മാസത്തിലാണ് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഇത് 10ാമത്തെ പുതുക്കലിലാണ്. എനിക്ക് 3 കുട്ടികളാണ്. ആ 3 കുട്ടികളും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഇന്ന് ഉടമ്പടിയിൽ ജീവിക്കുകയും ചെയ്യുന്നു. ഞാനിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് അമ്മയുടെ തിരുമുമ്പിൽ വന്ന് സാക്ഷ്യം പറയാനായിട്ട് നിൽക്കുന്നത്. മനുഷ്യനാൽ അസാധ്യമായ ഒരു വലിയ കാര്യസാധ്യതനായാണ് എന്നെ അമ്മയുടെ തിരുനടയിൽ എത്തിച്ചത്. പക്ഷേ അമ്മ എന്നോട് പറയുന്നു, സമയമായില്ല എന്ന് അമ്മയുടെ മകൻ പറയുന്നുവെന്ന്. ഞാൻ പ്രത്യാശയോടെ ആ കാര്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. അതിനുള്ളിൽ എനിക്ക് അനേകം അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ വഴി എൻ്റെ കുടുംബത്തിൽ എനിക്ക് സാധിച്ചു കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഹസ്ബൻഡില്ല. എൻ്റെ ഈ മോൻ ക്രിസ്റ്റോ, അവൻ 5 വയസ്സുള്ളപ്പോൾ അവൻ്റെ പപ്പ മരിച്ചു പോയതാണ്. കുട്ടികൾ ഈശോയോട് ചേർത്ത് വളർത്തിക്കൊണ്ട് വരുവാൻ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എന്നെ ഒത്തിരിയധികം സഹായിക്കുന്നു. ഇന്നിപ്പോൾ ഈ അവസരത്തിൽ എൻ്റെ മോനോടൊപ്പം ഞാനിവിടെ ആയിരിക്കുന്നത്. മോൻ ഡിഗ്രി 2 വർഷം ആയ സമയം വരെ വളരെ മനോഹരമായിട്ട് പഠിക്കുന്നു. പഠനത്തിൽ ഉഴപ്പില്ല. കോളേജിൽ എല്ലാ കാര്യങ്ങളിലും നിൽക്കുന്നു. അതിനോടൊപ്പം തന്നെ അവൻ ഉപരിപഠനത്തിനായി UK, കാനഡ, യൂറോപ്യൻ രാജ്യങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് എല്ലാ പേപ്പർ വർക്കുകളും നടത്തുന്നു. എല്ലാ കാര്യങ്ങളും മനോഹരമായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴെപ്പോഴും അവൻ പറയും, മമ്മി, ഞാൻ എൻ്റെ ഡിഗ്രി പഠനം കഴിഞ്ഞ ഉടൻ തന്നെ സെപ്റ്റംബർ ഇൻടേക്കിൽ എനിക്ക് കാനഡയ്ക്ക് പോകണം, UK പോകണം. ഞാനിതെല്ലാം മനസ്സിൽ കരുതും. അപ്പോഴെല്ലാം ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് പറയും. കാരണം ഞാനും എൻ്റെ ഈ മോനും തനിച്ചാണ് വീട്ടിൽ താമസിക്കുന്നത്. എൻ്റെ അമ്മയോട് ഞാൻ പറയും, അമ്മേ, ഈശോയും അമ്മയും എൻ്റെ മോൻ്റെ കൂടെ പോകുമെങ്കിൽ മാത്രം എൻ്റെ മോൻ അതിനുള്ള വഴിയൊരുക്കാവുള്ളൂ. അല്ലെങ്കിൽ അവനെ പോകുവാനായിട്ട് നീ അനുവദിക്കരുത് എന്ന് മാത്രമായിരിക്കും എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നത്. സന്ധ്യാസമയത്ത് പ്രാർത്ഥിക്കുന്ന സമയത്തും ഈ ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഉടമ്പടി തൈലവും ഉപ്പും ഉപയോഗിച്ച് ഞങ്ങൾ എല്ലാ ദിവസവും ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. 6ാമത്തെ സെമസ്റ്റർ എക്സാം ആയപ്പോഴേക്കും എൻ്റെ മോന് കോളേജിലെ ചില പ്രതിസന്ധികൾ, അവനറിയാത്ത ചില കാര്യങ്ങൾ, അറ്റൻഡൻസിൻ്റെ കാര്യം പറഞ്ഞ് അവന് എക്സാം എഴുതാൻ സാധിക്കില്ല എന്നുള്ള ഒരു റിപ്പോർട്ടുണ്ടായി. ഈ സമയത്ത് വളരെ മനോവേദനയോടുകൂടി എന്നെ കൊച്ചു വിളിക്കുന്നു. ഈശോയുടെ മുമ്പിൽ, പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ഞാൻ മെഴുകുതിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചു. കണ്ടോണേഷൻ ഫീസ് അടച്ചു, എക്സാം എഴുതി. പരിശുദ്ധ അമ്മയുടെ രൂപവും ഉപ്പും ഉപയോഗിച്ച് ആൻസർ പേപ്പറിലും ഈശോയുടെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞുകൊണ്ടാണ് അവൻ പരീക്ഷ എഴുതിയത്. റിസൾട്ട് വന്നു. അവൻ്റെ റിസൾട്ട് തടഞ്ഞു വെച്ചു. അവിടെയും പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു. കൊച്ചു പോകുവാനായിട്ടുള്ള പേപ്പർ വർക്കുകളെല്ലാം കഴിഞ്ഞിരിക്കെ അവൻ്റെ റിസൾട്ട് തടഞ്ഞു വെച്ചപ്പോഴുണ്ടായ വേദന പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അമ്മ ഈശോയുടെ അമ്മയുടെ മകൻ അനുഭവിച്ച അതേ വേദന എനിക്കും അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ, അതിനുള്ള ശക്തി എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. മോൻ ആ സമയത്ത് അവന് ഉടമ്പടിയിലായിരുന്നു. അവന് ശക്തമായി പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, യൂണിവേഴ്സിറ്റിയായിട്ട് അവൻ തന്നെ ബന്ധപ്പെട്ടു. കോളേജിൽ ആർക്കും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് മുമ്പ് 1 മാസത്തിനുള്ളിൽ തന്നെ അവൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വീട്ടിലെത്തിച്ചു തന്നു എന്നുള്ളത് അമ്മയുടെ ഒരു വലിയ അനുഗ്രഹ സാക്ഷ്യമാണ്. അങ്ങനെ സർട്ടിഫിക്കറ്റ് ലഭിച്ചു. പിന്നീട് സെപ്റ്റംബർ ഇൻടേക്ക് യൂറോപ്പിലേക്ക് പോകുക എന്നുള്ള ലക്ഷ്യവുമായി, ഉപരിപഠനത്തിന് MBA പഠിക്കുന്നതിന് വേണ്ടി പോകുക എന്നുള്ള ലക്ഷ്യവുമായിട്ട് മുന്നോട്ട് നീങ്ങി. പെട്ടെന്ന് എല്ലാ ബാങ്കുകളും ലോൺ തരാമെന്നിരുന്ന് പറഞ്ഞ ബാങ്കുകൾ പെട്ടെന്ന് പറയുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലം കൂട്ടാധാരമായതുകൊണ്ട് ലോണിന് അർഹതയില്ല എന്ന്. എന്ത് പറയണമെന്നറിയില്ല. ആകെ വിഷമിച്ചു.
പക്ഷേ അപ്പോഴൊന്നും എനിക്ക് വലിയതായ ഒരു സങ്കടമൊന്നും തോന്നിയില്ല. പക്ഷെ മോന് വളരെ വലിയ സങ്കടമായി. അവൻ ആരോടും അധികം മിണ്ടാട്ടമില്ല. ഞാൻ എൻ്റെ മോളെയൊക്കെ വിളിച്ച് പറയും, ക്രിസ്റ്റോയ്ക്ക് സങ്കടമാണ്, ക്രിസ്റ്റോ ആരോടും ഒന്നും മിണ്ടുന്നില്ല. പക്ഷെ ഞാൻ ഒരിക്കൽ പോലും ബാങ്കിൽ ഇതിനു വേണ്ടി പോയില്ല. എനിക്കൊരു പ്രത്യാശയുണ്ടായിരുന്നു. എൻ്റെ അമ്മ മാതാവിനോട് ഞാൻ ഒന്നായിരുന്നു പറഞ്ഞത്, എൻ്റെ അമ്മയും ഈശോയ്ക്കും ഇഷ്ടമാണെങ്കിൽ മാത്രമേ എൻ്റെ കൊച്ചിനെ യൂറോപ്യൻ രാജ്യത്ത് പഠിക്കുവാനായിട്ട് കൊണ്ടുപോകാവുള്ളൂ എന്ന്. അപ്പോൾ എനിക്കറിയാം എൻ്റെ അമ്മ എന്തെങ്കിലും ചെയ്യുമെന്ന്. ഞാൻ പ്രത്യാശയോടെ പ്രാർത്ഥിച്ചു. 2023 ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയ മണൽ എൻ്റെ വീട്ടിലുണ്ട്. ഞാനത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. എൻ്റെ മുറ്റത്തുനിന്ന് വാരിയ കുറേ മെറ്റലുകൾ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ഇവിടെ നിന്ന് കൊണ്ടുപോയ തിരുസ്വരൂപത്തിൻ്റെ മുമ്പിൽ വിതറി. ഇവിടുത്തെ മണലും കൂടെ മിക്സ് ചെയ്ത് ആ മണലിൻ്റെ മുമ്പിൽ മെറ്റലിന്മേൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് ജപമാല ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു, അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ മോനെ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള വഴി കാണിച്ചു തരണം. ലോണിൻ്റെ കാര്യത്തിന് എന്തെങ്കിലും തീരുമാനമാകണം. ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ഒന്നായി ചേർന്ന് ഒന്ന് ഒപ്പിട്ട് തന്ന് ഈ സ്ഥലത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ ഒന്നും നടന്നില്ല. എൻ്റെ ആ പ്രാർത്ഥന വിഫലമായി എന്ന് ഞാൻ കരുതട്ടെ. പക്ഷെ വീണ്ടും പ്രത്യാശയോടെ അമ്മയോട് പ്രാർത്ഥിച്ചു. സങ്കടമൊന്നും വന്നില്ല. പക്ഷെ അവന് സങ്കടമുണ്ട്. ദിവസങ്ങളേ ഉള്ളൂ. വിസയ്ക്ക് വെക്കേണ്ട പേപ്പർ വർക്കുകൾ ബാക്കി ചെയ്യേണ്ട സമയമായി. ദിവസങ്ങൾ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് എൻ്റെ ഒരു ചേച്ചി എന്നെ വിളിച്ചു, മോളി, എൻ്റെ പിള്ളേരെ നീ ഒന്ന് വിളിച്ചേ, അവർ നിനക്ക് എന്തെങ്കിലും ചെയ്തു തരാതിരിക്കില്ല എന്ന്. പക്ഷെ ഞാൻ വിളിച്ചില്ല. മോൻ തന്നെ വിളിച്ചു. ആ കുട്ടികൾ ഇവൻ്റെ ഫോൺ കോളിൽ ചെന്നപ്പോഴേ ചോദിച്ചു, ക്രിസ്റ്റോ, നിനക്ക് എത്ര രൂപയാണ് പോകാൻ വേണ്ടതെന്ന്. എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പരിശുദ്ധ അമ്മയാണ് എൻ്റെ ചേച്ചിയുടെ രൂപത്തിൽ എന്നോട് ഇത് ആവശ്യപ്പെട്ടതെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. എൻ്റെ അമ്മയുടെ മുമ്പിൽ നിന്ന് ഞാൻ പറയുകയാണ്, ഒരു 25 ലക്ഷം രൂപ വേണ്ടത് 1 രൂപ പോലും എനിക്ക് പലിശയ്ക്കെടുക്കാതെ എൻ്റെ വീട്ടിൽ എൻ്റെ കൊച്ചിന് പോകുവാനുള്ളതായ എല്ലാ കാര്യങ്ങളും, യൂണിവേഴ്സിറ്റി അടയ്ക്കാനുള്ളത്, ഡെപ്പോസിറ്റ് കാണിക്കാനുള്ളത് എന്ന് വേണ്ട, കൊണ്ടുപോകാനുള്ള പെട്ടി സാധനങ്ങൾ മേടിക്കുവാനുള്ള പൈസ വരെ ഞാൻ അറിയാതെ എൻ്റെ വീട്ടിലെത്തി. വലിയൊരു അനുഗ്രഹം, പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം അല്ലാണ്ട് ഒന്നുമല്ല എന്നെനിക്കറിയാം. പിന്നെ വിസയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴും വിസയ്ക്ക് വേണ്ടിയിട്ട് VFSൽ ചെന്നപ്പോഴും പരിശുദ്ധ അമ്മയുടെ തൈലവും ഉപ്പും പാസ്പോർട്ടിൽ പൂച്ചിക്കൊണ്ട് ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മോൻ ഓഫീസിലേക്ക് കയറി പോകുമ്പോൾ ഞാൻ പുറത്തിരുന്നു കൊണ്ട് പരിശുദ്ധ അമ്മയോട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എൻ്റെ അമ്മ സഞ്ചാരി മാതാവാണ്, അമ്മയ്ക്കെല്ലാം സാധിക്കും, അമ്മ വേണം എൻ്റെ മോൻ്റെ പാസ്പോർട്ട് അയച്ചു കൊടുക്കാനെന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പെട്ടെന്ന് പോയ പോലെ തന്നെ കൊച്ചു തിരിച്ചു വന്ന് പറഞ്ഞു, അമ്മ എല്ലാം ശരിയായി. വിസയ്ക്ക് കാത്തിരുന്നു. 15 ദിവസം വേണ്ടി വരുമെന്ന് പറഞ്ഞു. 15 ദിവസത്തിന് വേണ്ടിയിട്ട് വന്നപ്പോഴേക്കും ഞങ്ങൾ പോകാനുള്ള സാധനങ്ങളെല്ലാം വാങ്ങി. വിസ തള്ളുവോ ഒന്നും കണക്കാക്കിയില്ല. എനിക്കറിയാം എൻ്റെ അമ്മ മാതാവിനോട് ചോദിച്ചിട്ടാണ് ഞാൻ എൻ്റെ മോനെ പോകാൻ ഒരുക്കുന്നതെന്നുള്ളത്. ഞാൻ അവന് പോകാനുള്ളതായ എല്ലാ സാധനങ്ങളും, മുളകും മല്ലി വരെ പൊടിച്ച് എല്ലാ കാര്യങ്ങളും തയ്യാറാക്കി അവൻ്റെ ഭക്ഷണ സാധനം വരെ ഒരുക്കി വെച്ച് ക്ഷമയോടെ കാത്തിരുന്നു. മിനിങ്ങാന്ന് 11 മണിയായപ്പം കൊച്ചു പറഞ്ഞു, മമ്മി എനിക്ക് വിസ വന്നു. പെട്ടെന്ന് ടിക്കറ്റിന് വയ്ക്കണം. ഇന്നലെ രാത്രി തന്നെ കൊച്ചിന് ടിക്കറ്റ് വെച്ചു. രാത്രി തന്നെ അവന് ടിക്കറ്റ് വന്നു. 25-ാം തീയതി രാവിലെ 7 മണിക്ക് അവൻ യൂറോപ്പിലേക്ക് MBA പഠിക്കാൻ വേണ്ടി പോവുകയാണ്. ഒരു തടസ്സങ്ങളും ഒരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ പരിശുദ്ധ അമ്മ ഞങ്ങളെ നയിച്ചു കൊണ്ടിരിക്കുന്നു. ഇക്കാര്യം ഒരു നന്ദി പറയാൻ എൻ്റെ മോന് വേണ്ടി മൈക്ക് കൊടുക്കുകയാണ്. എൻ്റെ പേര് ക്രിസ്റ്റോ. മമ്മി പറഞ്ഞ പോലെ എൻ്റെ ഡോക്യുമെൻറ്റേഷൻ്റെ കാര്യത്തിൽ ഒരുപാട് തടസ്സങ്ങളായിരുന്നു. ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റേഷൻ്റെ കാര്യത്തിനാണെങ്കിലും ഒരുപാട് ബാങ്കിൻ്റെ റിജക്ഷനും, മൊത്തത്തിൽ 8 ബാങ്കുകൾ എന്നെ ലോണിൻ്റെ കാര്യത്തിൽ റിജക്റ്റ് ചെയ്തു. അങ്ങനെ പോകാൻ പറ്റില്ല എന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള മമ്മിയുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുകയും ഇന്നലെ 11 മണിക്ക് എനിക്ക് വിസ എൻ്റെ കയ്യിൽ കിട്ടി. അതുപോലെ തന്നെ ഇന്നലെ തന്നെ ഞാൻ ടിക്കറ്റിന് അപ്ലൈ ചെയ്യുകയും ഇന്നലെ രാത്രി തന്നെ എനിക്ക് ടിക്കറ്റും കിട്ടി. ഈ വരുന്ന 25-ാം തീയതി ഞാൻ ലാറ്റ്വിയയിലേക്ക് പോവുകയാണ്. അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്
ഞങ്ങൾ ഉടമ്പടി പുതുക്കാൻ മാത്രമല്ല, ഇടയ്ക്ക് കിട്ടുന്ന സമയങ്ങളിലൊക്കെ സാധിക്കുന്നത്രയും സമയം പാലക്കാട് നിന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ വരാറുണ്ട്. ഇവിടെ വന്നാൽ ഞങ്ങൾ ഓടിപ്പോകുന്ന ഒരു പ്രവണതയില്ല. വന്നിവിടെ ശാന്തമായിരിക്കും, റൂം എടുത്ത് ഇവിടെ താമസിച്ച് സാധിക്കുമെങ്കിൽ രാവിലത്തെ വിശുദ്ധ കുർബാനയും കണ്ട ശേഷം മാത്രമേ വീട്ടിലേക്ക് മടങ്ങിപ്പോകാറുള്ളൂ. അതുപോലെ തന്നെ പത്രം എല്ലാ സ്ഥലങ്ങളിലും, ഓട്ടോ സ്റ്റാൻഡിലും, വെയിറ്റിംഗ് ഷെഡുകളിൽ, അതുപോലെ തന്നെ ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ എൻ്റെ കുട്ടികളുടെ മാതാപിതാക്കൾക്ക്, അക്ഷരം വായിക്കാറായ കുട്ടികൾക്ക് വരെ ഞാൻ ഈ പത്രം കൊടുത്ത് അവരോട് പറയും, മക്കളെ ഈ അമ്മയോട് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കുമെന്ന്. അപ്പോൾ ഒരു ടീച്ചർ എന്നുള്ള നിലയിലായതുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾ ഇത് കൊണ്ടുപോകും. അവരുടെ ബാഗിൽ തന്നെ ചിലപ്പോൾ അത് വയ്ക്കും. ചിലപ്പോൾ അവരുടെ ബാഗിൽ നിന്ന് എടുത്തിട്ട് അമ്മമാർ വിളിക്കാറുണ്ട്, ടീച്ചറെ എന്താണ് കുട്ടിയുടെ കയ്യിൽ ഈ പത്രമെന്ന്. അപ്പോഴെനിക്ക് വാതോരാതെ സംസാരിക്കാനുള്ള സാഹചര്യമായി. പിന്നെ ഞാൻ നിർത്തില്ല, അവർ ഫോൺ കട്ട് ചെയ്യണം, അതുവരെ ഞാൻ സംസാരിക്കും. അങ്ങനെ ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ നിന്ന് ഒത്തിരി പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുവാനും അതുപോലെ പരിശുദ്ധ അമ്മയുടെ പത്രം ചോദിച്ചു വാങ്ങുവാനുമുള്ള ചില അവസരങ്ങൾ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. പിന്നെ എല്ലാ 15 ദിവസം കൂടുമ്പോഴും ഞാനും എൻ്റെ മോനും ഒന്നിച്ചായിരിക്കും കുമ്പസാരിക്കാൻ പോകുന്നതും കാരുണ്യപ്രവർത്തികൾ ചെയ്യുന്നത്. അനാഥാലയത്തിൽ മാസത്തിലൊന്നെങ്കിലും അനാഥാലയത്തിൽ ഭക്ഷണം കൊടുക്കുകയും പറ്റുന്ന പോലെ ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഉള്ള സാമ്പത്തിക സഹായം അർഹതപ്പെട്ടവർക്ക് കൊടുക്കുകയും ചെയ്യും. അതിലുപരി പഠിക്കാൻ മോശമായിരിക്കുന്ന കുട്ടികൾക്ക് സ്പെഷ്യലായിട്ട് യാതൊരു പ്രതിഫലവും കൂടാതെ പറഞ്ഞു കൊടുക്കുകയും ബുക്കും പുസ്തകങ്ങൾ ഒക്കെ കൊടുത്ത് സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് തന്നതായ എൻ്റെ പേര് ആതിര സുകുമാരൻ. ഞാൻ വരുന്നത് തിരുവനന്തപുരത്തു നിന്നാണ്. ഉടമ്പടി ആദ്യമായി എടുത്തത് ഏപ്രിൽ 19, 2023 8ാമത് പുതുക്കി. ഇത് 3ാമത്തെ സാക്ഷ്യമാണ് അൾത്താരയിൽ നിന്ന് പറയുന്നത്. ഈ സാക്ഷ്യം പറയാൻ എനിക്ക് അവസരം ഒരുക്കിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും ത്രിയേക ദൈവത്തിനും കോടാനുകോടി നന്ദി ഞാൻ അർപ്പിക്കുകയാണ്. രണ്ടാമത്തെ എൻ്റെ ഉടമ്പടി സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ ഒത്തിരി നാളെ ഒരു 5-6 വർഷമായിട്ട് ഞാനൊരു ഭവനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ സാമ്പത്തികമായ പരിമിതികൾ മൂലം ഞങ്ങൾക്കത് പൂർത്തിയാക്കാൻ സാധിച്ചില്ല. ഞാനിവിടെ ഒരു 2ാമത് ഉടമ്പടി പുതുക്കിയപ്പോഴേക്കും എനിക്കൊരു 7 സെൻറ്റിൻ്റെ സ്ഥലമുണ്ടായിരുന്നു. അത് നല്ല ഒരു ഏരിയയിലായിരുന്നു, കളക്ടറേറ്റൊക്കെ ഉള്ള ഒരു ഏരിയയിൽ. അപ്പം നല്ല വില കിട്ടും. അപ്പോൾ അത് വിറ്റ് ഏതെങ്കിലും കുറഞ്ഞൊരു സ്ഥലത്ത് വീട് സ്ഥലം വാങ്ങിക്കാമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ഞാൻ അവിടെ കൊണ്ടുവന്ന് ഉപ്പൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചായിരുന്നു. പക്ഷേ 90 ദിവസം ഞാൻ ഉടമ്പടി അതുപോലെ തന്നെ ഞാൻ കൊണ്ടുപോകുന്നൊരു വ്യക്തിയാണ്. 90 ദിവസം കഴിഞ്ഞിട്ടും അതിന് ഉത്തരവൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ദൈവത്തിനോട് ബൈബിള് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കർത്താവ് തന്ന വചനം ഇതാണ്. കർത്താവ് ദിനവൃത്താന്തത്തിൻ്റെ പുസ്തകത്തിൽ ഒരു വചനമാണ് കിട്ടിയത്, കർത്താവ് നിനക്ക് വേണ്ടി ഒരു ഭവനം പണിയും. അപ്പോൾ എനിക്ക് പൂർണ്ണമായി ബോധ്യമായി ഞാനൊന്നും ചെയ്യേണ്ട ആവശ്യം വരില്ല, ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും ദൈവം തന്നെ സാധിച്ചു തരും. അങ്ങനെ എനിക്ക് ഒരു ലോണും ഇല്ലാതെ എനിക്ക് പലരുടെ സഹായത്തിൽ, അതായത് പലിശ പോലും കൊടുക്കാത്ത ഒരു സഹായത്താൽ ഞാനൊരു ഭവനത്തിന് വേണ്ടിയേ ചോദിച്ചുള്ളൂ. ഇത്ര നില വേണമെന്ന് ഒന്നും പറഞ്ഞില്ല. കയറി കിടക്കാൻ ഒരു വീട് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. 4 റൂമുകളുള്ള 2 നിലയുള്ള വീടാണ് എനിക്ക് തന്നത്. വീടിൻ്റെ പേര് അനുഗ്രഹം എന്നാണ്. അതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി. ഇത് വീട് എനിക്ക് ലഭിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ ഒത്തിരി തടസ്സങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഓരോ സാങ്ഷൻ കിട്ടാനും ഒക്കെ ഒത്തിരി തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലായിടത്തും വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പും തൈലവും എല്ലാം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. വീടിൻ്റെ തറക്കല്ലിട്ടപ്പോൾ അമ്മയുടെ കാശുരൂപം ബേസ്മെൻറ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് വീടിൻ്റെ ഇത് തുടങ്ങിയിരിക്കുന്ന. ഫ്ലോറെല്ലാം പരിശുദ്ധ അമ്മയുടെ സിൽവർ ഗ്രേയുടെ കളറാണ് കൊടുത്തേക്കുന്നത്. ദൈവം വെളിപ്പെടുത്തി തന്ന പേരാണ് അനുഗ്രഹം. ദൈവം തന്ന ഈ വലിയ നന്മയ്ക്ക് ഞാൻ കോടാനുകോടി നന്ദി ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും പറഞ്ഞുകൊള്ളുന്നു. 3ാമതായി എൻ്റെ ഉടമ്പടി സാക്ഷി എന്ന് പറയുന്നത്, ഇവിടെ അച്ഛൻ പറയാറുള്ളത് പോലെ തന്നെ എല്ലാം ശുഭമാക്കുന്ന ദൈവത്തിൻ്റെ ഒരു വലിയൊരു അനുഗ്രഹമാണ്. ഞാൻ UK നേഴ്സായിട്ട് വർക്ക് ചെയ്യായിരുന്നു. 2023 എനിക്ക് UK നിന്ന് വിചാരിതമായി തിരിച്ചു വരേണ്ട ഒരു സാഹചര്യം വന്നു. അങ്ങനെ
ഇച്ചിരി ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയിട്ട് എനിക്ക് തിരിച്ചു വരേണ്ടി വന്നു. പിന്നെ എനിക്ക് തിരിച്ചു പോകാനായിട്ട് പറ്റിയില്ല. ഞങ്ങളൊരു 10-11 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. അത്രയും നാൾ 2 പ്രാവശ്യം ഞങ്ങൾ ഒരുമിച്ച് ചേരാൻ ഞങ്ങളുടെ ഫാമിലിയോട് കൂടി നോക്കിയിട്ട് ഫെയിലായിപ്പോയി. ഇവിടെ വന്നു. ഞാൻ ഒരു 3ാമത് ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞോളൂ, അമ്മ എനിക്ക് 2025 ആകുമ്പോൾ എൻ്റെ കുടുംബത്തോട് കൂടി ചേർക്കാൻ അമ്മ തന്നെ ദൈവത്തിന് ഇഷ്ടമുള്ള സമയം ഇഷ്ടമുള്ളതുപോലെ ദൈവത്തിൻ്റെ ആ ഒരു പദ്ധതി അനുസരിച്ച് ഞങ്ങളുടെ കുടുംബത്തെ നിങ്ങളുടെ തിരുകുടുംബം പോലെ ഒന്നിപ്പിക്കണേന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. ഓഗസ്റ്റിൽ എൻ്റെ വിസയുടെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാണ്. ഈ വിസയുടെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ അത് വലിയ എളുപ്പമുള്ള ഒരു ഇതെന്നല്ല. UK ഡിപ്പെൻഡൻറ്റ് വിസയ്ക്ക് ഒത്തിരി റൂള് ഇപ്പം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ ഒത്തിരി ചേഞ്ച് ഇപ്പോൾ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. IELTS എഴുതണം, അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഡിപ്പെൻഡൻ്റ് എഴുതണമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതിൽ നിന്നെല്ലാം അമ്മ എന്നെ കാത്ത് സംരക്ഷിച്ചു. എനിക്കൊന്നും എഴുതേണ്ടി വന്നില്ല. വിസയ്ക്ക് സ്റ്റാർട്ട് ചെയ്തു. വിസ വെക്കുന്നതിന് മുമ്പ് എനിക്ക് മെഡിക്കൽസ് എന്ന് പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഡീമെറിറ്റ് ആയിരുന്നത്. എനിക്ക് ശ്വാസകോശത്തിൽ ലങ്സിൽ പാച്ചസ് ഉണ്ടായിരുന്നു കോവിഡ് വന്നതിൻ്റെ. അപ്പോൾ എന്നെ കണ്ട എൻ്റെ റെസ്പിറേറ്ററിയിലെ ഡോക്ടർ പറഞ്ഞു, നിനക്ക് എന്തായാലും കിട്ടാൻ പോകണില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് പ്രശ്നമില്ല, എൻ്റെ ദൈവം എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല, ഞാൻ പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മെഡിക്കൽ എടുക്കാൻ പോയപ്പോൾ വിശുദ്ധ തൈലം ഞാൻ പൂശി പ്രാർത്ഥിച്ചു. എൻ്റെ കയ്യിൽ കൊന്തയുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ എക്സ്റേ ആണ് അവരെടുക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പാസ്സാവില്ല. മെഡിക്കൽ പാസ്സായില്ലെങ്കിൽ പിന്നെ നമുക്ക് അങ്ങോട്ട് UK പോകാനുള്ള ഒന്നും നോക്കാനും പറ്റൂല. അപ്പം ഞാൻ പറഞ്ഞു, ഈശോയുടെ എക്സ്റേ എനിക്ക് അതിനകത്ത് കാണണം, എൻ്റെ എക്സ്റേ കാണിക്കണ്ട എന്ന് പറഞ്ഞു. എക്സ്റേ എടുത്ത് ഡോക്ടറിനെ കാണിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു, വെരി ഗുഡ് എക്സ്റേ ആണ്, പാസ്സാക്കി എന്ന് പറഞ്ഞു. അങ്ങനെ TBയുടെ ആ ഒരു ഇതൊന്നും ഇല്ല, ഒരു കാര്യങ്ങളും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് വിസ പാസ്സായി, മെഡിക്കൽ പാസ്സായി കിട്ടി. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ഓഗസ്റ്റിൽ വെക്കുകയാണ് വിസയ്ക്ക്. ഓഗസ്റ്റ് 21-ാം തീയതി വെക്കുന്നു. ഞാൻ വച്ചു. കൊച്ചിയിലായിരുന്നു പോയത് വിസ വയ്ക്കാനായിട്ട്. വച്ചു. ഞാൻ ദൈവത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഞാൻ എല്ലാ എന്ത് കാര്യങ്ങളും ചെയ്യുമ്പോഴും എല്ലാ വിശുദ്ധ വസ്തുക്കളും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രയോഗിച്ചിട്ടാണ് ഞാൻ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ കൊടുത്തത്. എനിക്ക് അമ്മയുടെ ഒരു ദിവസം തന്നെ എനിക്ക് വിസ ഗ്രാൻഡായി വരണമേ എന്ന് പ്രാർത്ഥിച്ചായിരുന്നു. 2 ആഴ്ചയെ കൂടുതൽ എടുക്കും എന്നാണ് അവർ പറഞ്ഞിരുന്നത്. എനിക്ക് 7 ദിവസത്തിനുള്ളിൽ എൻ്റെ വിസ വന്നു. എൻ്റെ കുഞ്ഞുങ്ങൾക്കും വന്നു വിസ. അതുപോലെ തന്നെ എനിക്ക് വിസ ഒരു ബുധനാഴ്ചയാണ് വരുന്നതെങ്കിൽ എനിക്ക് പാസ്പോർട്ടിൽ വിസ അടിച്ച് കിട്ടുന്നത് ഒരു ശനിയാഴ്ചയാണ്. അങ്ങനെ ഈ ഓഗസ്റ്റിൽ ഒരു ഉടമ്പടി ആരാധനയിൽ അച്ഛൻ വ്യക്തമായി പറയുന്നുണ്ടായിരുന്നു, ഒരു മാലാഖ ബാക്കിൽ നിൽക്കുന്നുണ്ടായി കാണിക്കുന്നുണ്ട്. 44 ദിവസത്തിനുള്ളിൽ ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് 44 ദിവസത്തിനുള്ളിൽ ഒരു തീരുമാനം എന്തായിരുന്നാലും ഉണ്ടാവും. ഞാനത് ഏറ്റെടുത്തു, വിശ്വസിച്ചു, പൂർണ്ണമായും വിശ്വസിച്ചു. 44 ദിവസം എന്ന് പറയുമ്പോൾ സെപ്റ്റംബർ 26 ഞാൻ സെപ്റ്റംബർ 24 ഫ്ലൈറ്റ് കയറുകയാണ്. സെപ്റ്റംബർ 25 ആകുമ്പോഴത്തേക്കും ഞാൻ UK പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. ഇതൊക്കെയാണ് എൻ്റെ 3 സാക്ഷ്യങ്ങൾ. ഇനി എൻ്റെ ആത്മീയമായ ജീവിതം എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ അതിനൊരു വചനം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവകൃപയാലാണ്, അത് ഞാൻ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. പിന്നെ ഇത് ഞാൻ എപ്പോഴും ചൊല്ലി പ്രാർത്ഥിക്കുന്നതാണ്. 1 പത്രോസ് 5:6, ദൈവത്തിൻ്റെ ശക്തമായ കരങ്ങളുടെ കീഴെ താഴ്മയോടെ നിൽക്കുവാൻ അവിടുന്ന് നിന്നെ തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളും. ദൈവം എനിക്ക് ചെയ്ത എത്രയോ അനുഗ്രഹങ്ങൾക്ക് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് തിരിച്ച് പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. അത്രയും ഇത് തന്നിട്ടുണ്ട്. മറ്റുള്ളവരോട് ക്ഷമിക്കുക, മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ഞാൻ എല്ലാ ദിവസവും നിയോഗ ജപമാല, സമ്പൂർണ്ണ ജപമാല ഞാൻ ചൊല്ലും. മുട്ടിലെ നീന്തിയൊക്കെ ഞാൻ ചൊല്ലുന്ന വ്യക്തിയാണ്. അപ്പോൾ മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടിയിട്ട്, അനുതപിക്കാത്ത എല്ലാവർക്കും വേണ്ടിയിട്ട്, ഇൻക്ലൂഡിങ് നമ്മളും പാപികളാണ്, നമുക്ക് വേണ്ടിയിട്ടും നിത്യമായ അനുതാപത്തോടുകൂടി വിശുദ്ധിയിൽ എളിമപ്പെട്ട് പൂർണ്ണമായ ദൈവാശ്രയത്വത്തിൽ ഉടമ്പടി ജീവിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് പറഞ്ഞ് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ അടുത്ത കാരുണ്യ പ്രവൃത്തികളാണ്. പറഞ്ഞാൽ ഒത്തിരി സമയം പറയാനുണ്ട്, അതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കി പറയണം. കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറയുന്നത് എല്ലാം ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കുന്നതും ദൈവത്തിനും മാതാവിനോട് പ്രാർത്ഥിക്കുന്നത് ഇത്രയേ ഉള്ളൂ. എൻ്റെ ശരീരവും മനസ്സും കൊണ്ട് ബാക്കിയുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ, ദൈവത്തെ സ്നേഹിച്ച് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും, കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള സഹായം,
പഠനത്തിന് ഉപകരണങ്ങൾ, പിന്നെ രോഗികൾക്ക് ധനസഹായമായിട്ട് കൊടുക്കാറുണ്ട്, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം മേടിച്ചു കൊടുക്കാറുണ്ട്, അനാഥാലയങ്ങൾ വിസിറ്റ് ചെയ്ത് അവർക്ക് അരിയും സാധനങ്ങളും വാങ്ങിച്ചു കൊടുക്കാറുണ്ട്, തളർന്നിരുന്ന ആൾക്കാർക്ക് ആശ്വാസം പകരാനായിട്ട് അവരോട് സംസാരിക്കാറുണ്ട്. പിന്നെ ഞാനൊരു കോൺവെൻറ്റ് സ്കൂളിൽ പഠിച്ചതാണ്, സെൻറ്റ് ഗൊറേറ്റീസ്. സിസ്റ്റേഴ്സിനെ പോയി കാണാറുണ്ട്. അവിടുത്തെ സിസ്റ്റേഴ്സ് രോഗമുള്ളവർക്കൊക്കെ ഞാൻ തൈലം തൂത്ത് പ്രാർത്ഥിച്ച് കൊടുക്കാറൊക്കെ ഉണ്ട്. എല്ലാവർക്കും വേണ്ടിയിട്ട്, വിശുദ്ധർക്ക് വേണ്ടിയിട്ടും, സിസ്റ്റേഴ്സ്, ഫാദേഴ്സ്, ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാ ദിവസവും മധ്യസ്ഥം പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എനിക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ളത് പ്രേക്ഷിത പ്രവർത്തനമാണ്. ഇവിടുന്ന് ഞാൻ 6-7 കെട്ട് പത്രം വാങ്ങിക്കും. മെഡിക്കൽ കോളേജിൻ്റെ നല്ല തിരക്കുള്ള റോഡിൽ തന്നെ പോകും. ഞാൻ അകത്ത് കയറി പേഷ്യൻസിൻ്റെ കയ്യിൽ കൊണ്ട് കൊടുക്കുകയല്ല ചെയ്യുന്നത്, പബ്ലിക്കലി നിന്ന് തന്നെ പറയും. സൂപ്പർ മാർക്കറ്റിലും എല്ലാ സ്ഥലത്തും ഡോക്ടേഴ്സിനും പോലീസിനും ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് പത്രം. ചിലവർ തിരിച്ച് വേണ്ട നമുക്ക് നല്ല ഇതല്ലാത്ത വർത്തമാനങ്ങളും എല്ലാം പറയും. പക്ഷേ ഞാൻ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ദൈവമേ, അവരെയും നീ ഏറ്റെടുക്കണേ, അവർക്ക് ഈശോനെ അറിയാനുള്ളൊരു കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാ ദിവസവും എല്ലാ രോഗികൾക്കും എല്ലാ മക്കൾക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തുന്ന ഓരോ മക്കളെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയ ദൈവനാമത്തിൽ ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ ഇനിയും പറയാൻ ഒത്തിരിയുണ്ട്, സമയം ചുരുക്കമുള്ളത് കൊണ്ട് ഞാൻ കുറച്ചേ പറയുന്നുള്ളൂ. ഇത്രയും അനുഗ്രഹം എനിക്ക് തന്ന എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും കൊടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു വചനം കൂടെ പറഞ്ഞിട്ട് നിർത്തുവാണ്. എൻ്റെ ദൈവമായ കർത്താവിൻ്റെ ശക്തമായ പ്രവൃത്തികളുടെ സാക്ഷ്യമായി ഞാൻ വരും. അവിടുത്തെ നാമം ഞാൻ പ്രകീർത്തിക്കും. ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയുന്നതിന് എന്നെ അനുഗ്രഹിച്ച എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് മിനി. ഞാൻ കൂനമാവിൽ നിന്ന് വരുന്നു. 2023 മാർച്ച് 8-ാം തീയതിയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. മോന് വിദേശത്തൊരു ജോലിക്ക് വേണ്ടിയിട്ടായിരുന്നു ഉടമ്പടി എടുത്തത്. മോള് വിദേശത്തായിരുന്നു. മോൾ ഞങ്ങൾക്ക് വേണ്ടി വിസ അപ്ലൈ ചെയ്യാൻ ഏജൻസിയെ സമീപിച്ചപ്പോൾ ഏജൻസി പറഞ്ഞിരുന്നു, ചേട്ടൻ മൂത്താളായതുകൊണ്ട് ചേട്ടന് വിസ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് പറഞ്ഞിരുന്നു. എങ്കിലും മാതാവിനോട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞാൻ ഉടമ്പടി എടുത്തു. ഞങ്ങൾ ഉടമ്പടി എടുത്ത് കഴിഞ്ഞ ഉടനെ തന്നെ പാസ്പോർട്ട് റിക്വസ്റ്റ് വന്നു വിസ അടിക്കാനുള്ള. മോന് വന്നില്ല. ഒരാഴ്ച ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ അനിയത്തി പറഞ്ഞു, മോനെ കൊണ്ട് നമുക്ക് ഉടമ്പടി എടുപ്പിക്കാം. അങ്ങനെ ഞങ്ങൾ മോന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന ഉടനെ തന്നെ 5 മിനിറ്റ് പോലും ആയി കാണില്ല, മോള് വിളിച്ചു പറഞ്ഞു ചേട്ടനും പാസ്പോർട്ട് റിക്വസ്റ്റ് വന്നു. അത് ഞങ്ങളെ വളരെയധികം അത്ഭുതപ്പെടുത്തി. ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും കോടാനോട് നന്ദി. ഞങ്ങൾ കാനഡയിലെത്തി. പിന്നെ മോന് വേണ്ടി ഞങ്ങൾ ജോലി അന്വേഷിച്ചു. ഒത്തിരി സ്ഥലത്ത് അന്വേഷിച്ചു, ഒന്നും ശരിയായില്ല. പിന്നീട് മോള് ജോലി ചെയ്യുന്ന പാർട്ട് ടൈം ചെയ്യുന്ന ജോലി സ്ഥലത്ത് തന്നെ മാനേജറിനോട് സംസാരിച്ചപ്പോൾ മാനേജർ ഓണറിൻ്റെ അടുത്ത് നമുക്ക് ചോദിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഓണറിൻ്റെ അടുത്ത് സംസാരിച്ചു. ഓണർ അവിടെ വേക്കൻസി ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ, എങ്കിലും ഓണർ മോന് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പേപ്പർ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തു. പേപ്പർ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു ദിവസം ഓണർ മോളെ വിളിച്ചിട്ട് പറഞ്ഞു, ഗവൺമെൻറ്റിൽ നിന്ന് മെയിൽ വന്നിരുന്നു, മോൻ്റെ പേപ്പർ വർക്കിൽ എന്തോ തടസ്സമുണ്ട്, അതുകൊണ്ട് അപ്രൂവലാകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഞങ്ങൾ തളർന്നു പോയി. ആകെ ഒരു പ്രതീക്ഷ അതായിരുന്നു. തളർന്നു പോയി, കരഞ്ഞു, ഒത്തിരി പ്രാർത്ഥിച്ചു. മോള് മാനേജറിനെ വിളിച്ച് പറഞ്ഞു, മോള് ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്നും റിസൈൻ ചെയ്തിട്ട് ചേട്ടന് പകരം മോള് കയറിക്കോളാം എന്ന് മാനേജറിൻ്റെ അടുത്ത് സംസാരിച്ചു. മാനേജർ പറഞ്ഞു, ഞാൻ ഓണറായിട്ട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും മാനേജർ തിരിച്ച് മോളെ വിളിച്ചിട്ട് പറഞ്ഞു, ആ സമയത്ത് ആ ഒരു 5 മിനിറ്റിനിടയിൽ ഓണറിനെ ഗവൺമെൻറ്റിൽ നിന്നും ഒരു മാഡം വിളിച്ചിരുന്നു. ഇതിനൊരു സൊല്യൂഷൻ ഉണ്ട്, ആ സൊല്യൂഷൻ നമുക്ക് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഓണർ മാനേജറിൻ്റെ അടുത്ത് പറഞ്ഞു, അവരോട് പറയണ്ട, അവർക്ക് ഇനിയൊരു ആശ കൊടുക്കണ്ട, അവരാകെ സങ്കടത്തിലാണ്, അതുകൊണ്ട് അവരോട് പറയണ്ട എന്ന് പറഞ്ഞെങ്കിലും മാനേജർ പറഞ്ഞു, ഇല്ല, അവർക്ക് നമുക്കിത് പറയുമ്പോൾ അവർക്കൊരാശ്വാസമായിരിക്കും എന്ന് പറഞ്ഞിട്ട് മാനേജർ ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഓണറും മാനേജറും പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാമെന്ന്. അതൊരു വെള്ളിയാഴ്ചയായിരുന്നു. ഞാൻ എൻ്റെ അനിയത്തി വിളിച്ച് പറഞ്ഞു. അനിയത്തി ഓടി ഇവിടെ വന്ന് കരഞ്ഞ് അമ്മയോട് പ്രാർത്ഥിച്ചു. ശനിയും ഞായറും കഴിഞ്ഞു. തിങ്കളാഴ്ച രാവിലെ മോൾ ജോലിക്ക് പോകാൻ ഇറങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ 3 പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാം എന്നെനിക്ക് മനസ്സിൽ തോന്നി. ഞാൻ ആദ്യത്തെ പ്രാർത്ഥന കഴിഞ്ഞു. 2ാമത്തെ പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോഴേക്കും മോൾ വിളിച്ചു പറഞ്ഞു, ചേട്ടന് ജോലിയുടെ കാര്യം അപ്രൂവലായിരുന്നു. അങ്ങനെ മാതാവ് ഞങ്ങളെ 2ാമതും അനുഗ്രഹിച്ചു. പിന്നെ ഒരു സാക്ഷ്യമുള്ളത് എൻ്റെ ഒരു രോഗസൗഖ്യമാണ്. എനിക്ക് 5 വർഷത്തിന് മേലെയായിട്ട്
യൂറിനറി ഇൻഫെക്ഷൻ വരുമായിരുന്നു. കോവിഡ് പോസിറ്റീവ് ആയതിനു ശേഷം ഈ യൂറിനറി ഇൻഫെക്ഷൻ തുടർച്ചയായി വന്നു തുടങ്ങി. ഞാൻ ഏകദേശം ഒരു 9 ഹോസ്പിറ്റലിൽ കാണിച്ചു. അതിൽ 8 ഹോസ്പിറ്റലിലും അഡ്മിറ്റായിട്ടാണ് ഞാൻ ആൻറ്റിബയോട്ടിക് എടുത്തിരുന്നത്. എന്നിട്ടും ഒരു കുറവുണ്ടായിരുന്നില്ല. ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം മാതാവിൻ്റെ അടുത്ത് ഞാനത് പറഞ്ഞോ എന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ എനിക്ക് പിന്നെ ആ ഒരു ബുദ്ധിമുട്ട് എനിക്ക് വന്നിട്ടില്ല. അത് കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾ കാനഡയിലേക്ക് പോകുന്നത്. അതിന് മുന്നേ ഞങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് കുറച്ച് മെഡിസിൻസൊക്കെ കൊണ്ടുപോകാൻ വാങ്ങിച്ചപ്പോൾ ഞാൻ ഈ യൂറിനറി ഇൻഫെക്ഷനുള്ള മരുന്ന് ഞാൻ വാങ്ങിച്ചു. എന്നിട്ട് ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു, അമ്മേ ഞാൻ ഇത് വാങ്ങിക്കുന്നുണ്ട്, പക്ഷേ ഞാനിത് കഴിക്കില്ല. ഞാൻ എന്നാണോ തിരിച്ചു വരുന്നത് അത് ഞാൻ തിരിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇന്നലെയാണ് കാനഡയിൽ നിന്ന് വന്നത്. ഞാൻ ആ മരുന്ന് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഇതുവരെയും കഴിച്ചിട്ടില്ല. അങ്ങനെ എനിക്ക് അമ്മ ഒരു രോഗസൗഖ്യം തന്നു. അതുകൂടാതെ ഞങ്ങൾക്ക് വേറൊരു അനുഗ്രഹം കിട്ടിയെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ വർഷം മോന് ജോലി കിട്ടുന്നതിന് മുന്നേ ബഹുമാനപ്പെട്ട നമ്മുടെ ജോസഫ് അച്ഛൻ ടൊറൻറ്റോയിൽ ധ്യാനം നടത്തിയായിരുന്നു. എനിക്ക് ധ്യാനത്തിന് പോകാൻ വളരെ ആഗ്രഹമായിരുന്നു. മോളോട് സംസാരിച്ചപ്പോൾ മോള് പറഞ്ഞു, മോൾക്ക് സങ്കടപ്പെട്ടിട്ടാണ് മോള് പറഞ്ഞത്, മമ്മി അന്ന് മോള് മാത്രമേ ജോലി ചെയ്യുന്നുള്ളൂ, മമ്മി നമ്മൾ 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം വേണം നമ്മളിപ്പോൾ ധ്യാനത്തിന് പോകുന്നുണ്ടെങ്കിലും. അതുകൂടാതെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലവും അച്ഛൻ ധ്യാനം നടത്തുന്ന സ്ഥലവും 3 മണിക്കൂറോളം ഫ്ലൈറ്റ് യാത്രയുണ്ട്. അപ്പോൾ ആ ഫ്ലൈറ്റ് എന്നുള്ള പൈസയും പിന്നെ അവിടെ നമുക്ക് താമസ സൗകര്യത്തിനുള്ള പൈസയും എല്ലാം കൂടി ആകുമ്പോൾ ഒരു എമൗണ്ട് ആവും. അപ്പോൾ നമുക്ക് നാട്ടിൽ ചെല്ലുമ്പോൾ കൂടിയാൽ പോരേ മമ്മി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ സങ്കടത്തോടെയാണെങ്കിലും ആ മതി മോളെ എന്ന് പറഞ്ഞു. മോള് ജോലിക്ക് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഞങ്ങൾ വരണില്ല കേട്ടോ, എൻ്റെ മോൾക്ക് മാത്രമേ ജോലിയുള്ളൂ എന്ന് അമ്മയ്ക്ക് അറിയാമല്ലോ, അതുകൊണ്ട് മോളുടെ കയ്യിൽ അത്രയും പൈസ കാണില്ല, അതുകൊണ്ട് ഞങ്ങൾ വന്നില്ല കേട്ടോ എന്ന് ഞാൻ സങ്കടത്തോടെ പറഞ്ഞു. അന്ന് വൈകിട്ട് മോൾ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ പറഞ്ഞ് സന്തോഷമായിരുന്നു അവൾക്ക്. അപ്പോൾ അവൾ പറഞ്ഞു, മമ്മി നമുക്ക് പോകാം, ധ്യാനത്തിന് പോകാം, ജോലി സ്ഥലത്ത് നിന്ന് അവൾക്ക് ലീവും കിട്ടിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചു. ഫോൺ ചെയ്ത് രജിസ്റ്റർ ചെയ്തു. അപ്പോൾ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അഖണ്ഡ ജമാലിൽ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ നേരത്തെ പ്രേക്ഷിതയായിരുന്ന ഒരു സോണിയ എന്ന് പറഞ്ഞ മോളെ ഞങ്ങൾ അവിടെ പരിചയപ്പെട്ടായിരുന്നു. അതും അത്ഭുതകരമായിട്ടാണ് പരിചയപ്പെട്ടത്. അപ്പോൾ അഖണ്ഡ ജമാലയിൽ പോകുന്നുള്ള ആ സമയത്താണ് ഇനി അറിഞ്ഞത് അച്ഛൻ്റെ ധ്യാനം ഉണ്ടെന്ന്. അപ്പോൾ അവരെല്ലാവരും നേരത്തെ തന്നെ ബുക്ക് ചെയ്തു. അപ്പോൾ അവരൊക്കെ പറഞ്ഞു ഒത്തിരി പൈസയായിട്ടുണ്ട്, ലഗേജിനൊക്കെ സെപ്പറേറ്റ് പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് മോള് വിളിച്ച് ചോദിച്ചു, എയർ കാനഡയിൽ വിളിച്ച് ചോദിച്ചു, ടിക്കറ്റിൻ്റെ കാര്യം സംസാരിച്ചു. ഞങ്ങൾക്ക് വളരെ ചീപ്പായിട്ട് തന്നെ ടിക്കറ്റ് കിട്ടുകയും ചെയ്തു. ലഗേജിന് പൈസയുമായില്ല. അങ്ങനെ ഞങ്ങൾ ധ്യാനം കൂടി തിരിച്ചു വന്ന സമയത്ത് 4 മണിക്കായിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ്. 4 മണിക്ക് ഫ്ലൈറ്റ് ഞങ്ങൾ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ 4 മണിക്കത്തെ ഫ്ലൈറ്റ് ഡിലേ ആയി. 9 മണിക്കാണെന്ന് പറഞ്ഞു. 9 മണിക്കും ഡിലേ ആയി. പിന്നെ 11 മണിയായപ്പോൾ അത് ക്യാൻസലായപ്പോൾ ഞങ്ങൾക്ക് അവർ ടിക്കറ്റ് അടുത്ത ദിവസത്തേക്കുള്ള ടിക്കറ്റ് എടുത്ത് തന്നു. അതുകൂടെ അതവർ ഭക്ഷണത്തിലുള്ള കാര്യങ്ങളെല്ലാം അവർ തന്നായിരുന്നു. ഞങ്ങൾ വീട്ടിൽ വന്നു ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും മോളുടെ അക്കൗണ്ടിലേക്ക് ഈ ഫ്ലൈറ്റിൻ്റെ ചാർജ് വന്നിട്ടുണ്ടായിരുന്നു. ഫ്ലൈറ്റിൻ്റെ എമൗണ്ട്, ഞങ്ങൾക്ക് കിട്ടിയ എമൗണ്ട് കണ്ടപ്പോൾ ഞങ്ങൾ 3 പേരും ഞെട്ടിപ്പോയി. എന്താണെന്ന് വെച്ചാൽ കാര്യം അവർ നമുക്ക് ആ ടിക്കറ്റിൻ്റെ പൈസ തരും, എങ്കിലും ഞങ്ങൾക്ക് ആ എമൗണ്ട് എന്ന് പറഞ്ഞാൽ വളരെയധികം വിലപ്പെട്ടതായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ മോള് മാത്രമേ അന്ന് ജോലി ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾക്ക് ആ മാസത്തേക്കുള്ള ചിലവ് കാശും കൂടെ അമ്മ ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു. ഇത്രയും വലിയ അനുഗ്രഹം അമ്മ തന്നതിന് ഞങ്ങൾ കോടാനോട് നന്ദി പറയുവാണ്. ഉടനെ തന്നെ ഞാൻ ഈ വിവരം അവിടെ വെച്ച് ഞങ്ങൾ അച്ഛനെയും വിജയകുമാർ ബ്രദറിനെ കണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു കാര്യം ഞങ്ങൾ ധ്യാനത്തിൽ ചെന്ന ഉടനെ തന്നെ ഞാൻ വിജയകുമാർ സാറിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിജയകുമാർ സാറിൻ്റെ ഒരു ടോക്കിൽ അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അഖണ്ഡ ജമാൽ ചെന്നപ്പോൾ ഞാൻ ഈ കാര്യം സാക്ഷ്യം പറഞ്ഞിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവർ പറഞ്ഞു, വിജയകുമാർ സാറിൻ്റെ ടോക്കിൽ ഇങ്ങനെയൊരു കാര്യം ഞങ്ങൾ കേട്ടപ്പോൾ ഏതാണാവോ ആ അത്രയും ഭാഗ്യമുള്ളൊരു ഫാമിലി എന്ന് ഞങ്ങൾ വിചാരിച്ചായിരുന്നു. ആ ഫാമിലി ഞങ്ങൾ 3 പേരുമാണ്. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനോട് നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനം ഞങ്ങൾക്ക് അവിടെ അത്ര കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, എങ്കിലും ദിവസവും കുർബാനയ്ക്ക് പോകും. പിന്നെ ഇവിടെ നിന്ന് ഞങ്ങൾ പത്രം വാങ്ങിച്ചുകൊണ്ട് പോയത് അവിടെ ഇംഗ്ലീഷ് പത്രവും മലയാള പത്രവും
ഞാൻ കൊടുത്തിരുന്നു. അവിടെ എല്ലാ മലയാളികളും തന്നെ നമ്മുടെ അമ്മ മാതാവിൻ്റെ അടുത്ത് വന്നിട്ടുള്ള ആൾക്കാരായിരുന്നു. അകട്ടച്ചന്മാരിലുള്ള എല്ലാ മക്കൾക്കും ഞങ്ങൾ പേപ്പർ കൊടുക്കും, ഇംഗ്ലീഷുകാർക്കും പേപ്പർ കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. പിന്നെ മോൾക്കുണ്ടായ ഒരു രോഗസൗഖ്യം മോൾ പറയും. ഞാൻ ജൂൺ 20th 2024 അച്ഛൻ ടൊറൻറ്റോയിൽ വന്നപ്പോഴാണ് ഉടമ്പടി എടുത്തത്. എൻ്റെ പേര് റൊണേറ്റ ജെയിംസ് റോയ്. ഞാനും കാനഡയിൽ തന്നെയാണ്, അവിടെ വർക്ക് ചെയ്യുവാണ്. എൻ്റെ മമ്മിക്ക് തൈറോയ്ഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം എനിക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ തൈറോയിഡിൽ ഫ്ലക്ച്വേഷൻ കണ്ടുകൊണ്ട് എന്നെ തൈറോയിഡ് ലെവൽസ് വാച്ച് ചെയ്യാൻ കീപ്പ് ചെയ്തിരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ആദ്യത്തെ തവണ കൂടുതലായി കണ്ടു. ആ സമയത്താണ് ടൊറൻറ്റോയിൽ അച്ഛൻ്റെ ധ്യാനത്തിന് ഞങ്ങൾ വരുന്നതും. അപ്പോൾ അച്ഛനോട് പ്രത്യേകം അതിൻ്റെ കാര്യം സംസാരിച്ച് അച്ഛൻ പ്രത്യേകം തലയിൽ തൊട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നു. വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴേക്കും അടുത്ത 2 days കഴിഞ്ഞപ്പോൾ എനിക്ക് അടുത്ത ബ്ലഡ് ടെസ്റ്റ് ഉണ്ടായി. അത് ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ തൈറോയ്ഡ് ലെവൽ നോർമലായി കണ്ടു. അപ്പോൾ അതിന് മുമ്പ് ആദ്യം ലോ ആയിരുന്നു, പിന്നെ ഹൈ ആയി. പക്ഷേ ധ്യാനത്തിന് പോയി വന്നു കഴിഞ്ഞിട്ടുള്ള ബ്ലഡ് ടെസ്റ്റിൽ നോർമലായിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സിന് എല്ലാവർക്കും ഒരു വണ്ടറായിരുന്നു എന്തുകൊണ്ടാണ് ഫ്ലക്ച്വേറ്റ് ചെയ്തത്. അപ്പോൾ അത് കാരണം ഈ തവണ ചിലപ്പോൾ ഫ്ലക്ച്വേഷനിൽ വന്ന ഒരു ലെവലിലൊരു മിസ്റ്റേക്ക് ആയിരിക്കും എന്ന് കരുതി അവർ ഒരു ബ്ലഡ് ടെസ്റ്റും കൂടെ പറഞ്ഞു. അടുത്ത തവണയും ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ അതും നോർമലായി. ഇത് മാതാവ് തന്ന അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നി. എന്നുവെച്ചാൽ ഞാൻ ഒരു മരുന്ന് പോലും കഴിച്ചില്ല. അവരെനിക്ക് മരുന്ന് തന്നിരുന്നു, തൈറോക്സിൻ തന്നിരുന്നു കഴിക്കാനെങ്കിലും ഞാനത് കഴിച്ചില്ല. അതിന് പകരമായി ഞാൻ മാതാവിൻ്റെ ഉപ്പ് കഴിക്കുകയും പിന്നെ മാതാവിൻ്റെ തൈലം എപ്പോൾ പുറത്ത് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ തേക്കുക. ഞങ്ങൾ 3 പേരും വീടിന് പുറത്ത് ജോലിക്കോ അല്ലെങ്കിൽ ചുമ്മാ പുറത്തേക്ക് പോയാൽ പോലും ഞങ്ങൾ